ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ എല്ലാവരും പഠനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയേജൻസ് എന്ന പോർഷനിൽ നിന്നുള്ള DCCയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പെപ്റ്റൈഡ് സിന്തസിസ് DCC facilitates the formation of an amide bond by converting a carboxylic acid into a highly reactive intermediate. What is the structure of the primary intermediate? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ N-acyl urea, ഓപ്ഷൻ ബി O-acyl isourea, ഓപ്ഷൻ സി ആസിഡ് anhydride, ഓപ്ഷൻ ഡി acyl aside. ഓക്കെ, നമുക്കറിയാം ഓപ്ഷൻ ബി ഓർത്തോ ഓർ അസൈൽ ഐസോയൂറിയയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോമൺ ഡ്രോബാക്ക് ഓഫ് യൂസിങ് DCC alone in peptide coupling is the formation of an inactive byproduct through an intramolecular 1,3-acyl shift. The byproduct is option A dicyclohexyl urea or DCU, option B N-acyl urea, option C carbamate, option D nitrile. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, N-acyl urea. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഈസ് 1-hydroxyl benzotriazole HOBT frequently added to reaction mixtures containing DCC? Option A to increase the solubility of DCC in polar solvent, option B to act as a base to neutralize HCl, to suppress the racemization by forming a less reactive but more selective active ester, to catalyze the precipitation of DCU. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് നമ്മളുടെ HOBT O-acyl ഐസോയൂറിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു എസ്റ്റർ ആണ് ഫോം ചെയ്യുന്നത്. ആ എസ്റ്റർ എന്ന് പറയുന്നത് റെസിമൈസേഷൻ സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്കറിയാം സെറ്റ് എക്സാമിന് ഇനി നമുക്കിടെ മുന്നിൽ ഒരു 15 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ 15 ദിവസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് സിലബസും ഒന്ന് നമുക്ക് പഠിച്ചു തീർക്കാം. അതായത് ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 45 അവേഴ്സ് കൊണ്ട് നമ്മളുടെ സിലബസ് കംപ്ലീറ്റ് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ CCയിൽ 60 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ 15 ഡേയ്സിൻ്റെ ബാച്ച്. ഓക്കെ, നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ DCC used to dehydrate primary amide, the resulting product is typically option A isocyanate, option B isocyanide, option C nitrile, option D ketone. നമുക്കറിയാം DCC എന്ന് പറയുന്നത് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അത് പ്രൈമറി അമൈഡ്സിനോട് റിയാക്ട് ചെയ്തിട്ട് നൈട്രൈലാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബൈ പ്രോഡക്റ്റ് DCU ഈസ് ട്രൂ? ഇറ്റ് ഈസ് ഹൈലി സോലുബിൾ ഇൻ DCM, മേക്കിംഗ് ഇറ്റ് easy to wash away. Option B, it is typically removed by filtration because of its nearly insoluble in most organic solvents. Option C, it is a liquid at room temperature. Option D, it is regenerated back into DCC using water. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻസോലുബിൾ നേച്ചർ ഇൻ മോസ്റ്റ് ഓഫ് ഓർഗാനിക് സോൾവെന്റ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി CCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്